Hello everyone, welcome back to our channel. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ ഐ എം ശില്പ. അപ്പോൾ ഈ ചാനൽ ധാരാളം കോണ്ടന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജാൻവി കപൂർ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. അധികം വൈകിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വീഡിയോ. ബിഫോർ ദാറ്റ് ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോണിംഗ് ആണ്. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലുക്ക് വന്നിട്ട് വളരെ ലൈറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈൽഡ് ഓർഗാനിക്ക ഹോമിൻ്റെ ടോണറാണ്. ഈ ഒരു ലുക്ക് വന്നിട്ട് വളരെ ഡൂയാണ്. നിങ്ങൾക്ക് ഡെയിലി വെയറബിളാണ് ഈ ലുക്ക്. ഓക്കെ, അപ്പോൾ അധികം പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ട്രിക്കാണെങ്കിൽ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസർ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കാരണം വാട്ടർ ഉള്ളപ്പോൾ എപ്പോഴും അത് ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോകും. യൂസ് ചെയ്യേണ്ട ഈ മാമ എർത്തിൻ്റെ ആപ്പിൾ സൈഡർ വിനിഗർ മോയ്സ്ചറൈസറാണ്. ഞാൻ മുന്നേ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ വാങ്ങാം. അതിൻ്റെ ഡിസ്കൗണ്ട് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു പ്രൈമറാണ്. കുറച്ച് പ്രൈമർ എടുക്കുകയാണ്, ഒരു ഇത്തിരി മാത്രം, കുറേ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നോസിൽ അതുപോലെ തന്നെ ഇവിടെ പോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡൂവി ആയിട്ടുള്ള ഫേസ് ലുക്കാണ്. അപ്പോൾ ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും വേറബിളാണ്. അതുകൊണ്ട് തന്നെ കുറേ നമുക്ക് ഡ്രമാറ്റിക് ആയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേബിലിൻ്റെ ഈ ഒരു ഫിറ്റ് മീ കൺസീലറാണ് എടുക്കുന്നത് കേട്ടോ. ഷെയ്ഡ് വന്നിട്ട് മീഡിയം ആണ്. അപ്പോൾ ഞാൻ ഈ ബ്രോസിൻ്റെ ചുറ്റും കണ്ണിൻ്റെ അടിയിലൊന്നുള്ളത് ഇപ്പോൾ അധികം ബ്ലെൻഡ് ചെയ്ത് വിടുന്നില്ല. കാരണം നമുക്കൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ ഇടാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ പിന്നെ ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലാക്മേയുടെ ആണ് കേട്ടോ. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ആൻഡ് ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഫിറ്റ് മീയുടെ ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം. നമുക്കിങ്ങനെ വെറ്റായിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരും. ഓക്കെ, അതായത് ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വരും, കുറേ ഒന്നും ഫേസിലിരിക്കില്ല. ഓക്കെ, കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഹാക്കാണ്. നമ്മുടെ ബ്രോസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ ബ്രോസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ വളരണം, എന്നാലാണ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോസ് സെറ്റ് ചെയ്യാൻ പോകണം. ബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രോസ് കുറവാണെങ്കിലും, ഓക്കെ, ബ്രോസ് ഉണ്ടെങ്കിലും കുറവാണെങ്കിലും എന്തായാലും നമുക്കൊരു അവേക്കൻ ഫേസിനൊരു ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സോപ്പ് ബാറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ജെൽ സോപ്പ് ബാറാണ്. അപ്പോൾ നിങ്ങൾ സോപ്പോ പുരുകത്തിൽ ഉപയോഗിക്കും, പക്ഷേ ഇത് വർക്കാവും 100% നോക്കി നോക്കൂട്ടോ. അത് ഞാനൊരു വേറൊരു യൂട്യൂബറിൻ്റെ നിന്ന് കണ്ടിട്ടുള്ളതാണ്. വളരെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഞാൻ മറ്റേ വീഡിയോയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ അത് എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതൊരു സ്പൂളി വെച്ചിട്ട് നമ്മളിതിങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിങ്ങനെ എടുത്ത് വെക്കുക. അത് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ ആ ഒരു ബാറ്. നമ്മൾ ബ്രോസിനെ കോമ്പ് ചെയ്ത് വിടാൻ പോവാണ്. ചെറിയൊരു വ്യത്യാസം കണ്ടോ? ഞാൻ ഫുള്ളായിട്ട് ചെയ്ത പോലത്തെ ഒരു വ്യത്യാസമുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനും വളരെ ലൈറ്റായിട്ട് തന്നെ ചെയ്യാൻ പോകണം. ഇതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഐബ്രോ കിറ്റ് ഞാൻ ഉപയോഗിക്കുകയാണിത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു സംഭവത്തിൽ എന്താ പറയുക, ഈ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വൈറ്റ് കളറ് ഞാനത് പിക്ചർ കണ്ടപ്പോൾ അത് ഹൈലൈറ്ററാണെന്നാണ് വിചാരിച്ചത്. പിന്നെ വേറൊരു ആൾക്കാരും ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചൊന്നും ഞാൻ കണ്ടില്ല. ചോദിച്ചത് ഇതിന് ഹൈലൈറ്റർ ആവുമെന്ന് ചോദിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ഇത് ഐബ്രോ വാക്സ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത സാധനം തന്നെ ഇതുകൊണ്ടും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തന്നെ സോപ്പാണ്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഒരു ഷെയ്ഡ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിനും ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ എൻഡിങ്ങിനും വേണ്ടിയിട്ടാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞെന്താണ്. ഓക്കെ, നിങ്ങളുടെ ബ്രോസ് കുറച്ചും കൂടെ തിന്നാണെങ്കിൽ അതുപോലെ തന്നെ വരും കേട്ടോ. ബ്ലഷ് ഇടുകയാണ്. ജാൻവി കപൂറിൻ്റെ പോലെ ഒന്നും ഇരിക്കണില്ല എന്ന്, കാരണം ഇരിക്കില്ല. കാരണം ഞാൻ അതിനുള്ള ഫോട്ടോ ഒന്നും എടുത്തിട്ടുമില്ല. പിന്നെ എന്തായാലും ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് നമ്മുടെ ബ്ലഷ് എടുത്തിട്ട് നമ്മുടെ ചീക്സിലിടാണ്. ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇത്തിരി കൊണ്ടുവരുന്നുണ്ട്, വളരെ കുറച്ച്.
കോണ്ടൂർ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ബ്രോൺസ് പോലെയാണ് ചെയ്യുന്നത്. ഞാൻ ബ്ലഷും ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഇതാ സിവാനയുടെ ഈ ഒരു പാലറ്റ് എന്നാണ് കേട്ടോ. കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു ചാമ്പ്യൻ യെസ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ബാക്കിയുള്ള ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കും ഇതും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അതിലധികം പണിയെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ട് ആളുടെ പോലെ എൻ്റെ ബ്രോസ് കൺവേർട്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് വളരെ നാച്ചുറൽ ന്യൂഡായിട്ടുള്ള ലുക്കാണ്, നോട്ട് ഗ്ലാം ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എല്ലാവർക്കും കൂടെ വെയറബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാവും തോന്നിയതുകൊണ്ടാണ്. ഐസ് എനിക്ക് വേണമെങ്കിൽ ഒരു ലെൻസൊക്കെ ഉപയോഗിക്കായിരുന്നു, പക്ഷെ ഞാൻ ലെൻസ് ഇതേവരെ വെച്ച് നോക്കിയിട്ടില്ല, ഭാവിയിൽ വെക്കണം. എന്തായാലും എൻ്റെ ലാഷ് ഒന്ന് കളിയാൻ പോവാണ്. ആൾ വളരെ ലൈറ്റായിട്ട് അവിടെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് സ്കാനറുടെ ഈ ഒരു ലൈനറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് ലൈനറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. മനസ്സിലാവും അതൊരു ഇങ്ങോട്ടും ചെറുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ ലൈറ്റായിട്ടാണ്. ഞാൻ നോക്കട്ടെ. കുറച്ചൊന്ന് മസ്കാര ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഈ ഹൈപ്പർക്കൽ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. മൈബലിൻ്റെ ഒരു അടിപൊളി മസ്കാരയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി കേൾ ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ചും കൂടെ ഒരു വോല്യൂം തോന്നാൻ വേണ്ടിയിട്ടാണ് അത്, എസ്പെഷ്യലി എൻഡിൽ ഇട്ടാം. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഇതിന് ഞാൻ ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ഒരു ലിപ് ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു സമയം തോന്നുന്നുണ്ടാവില്ല. എന്തായാലും എന്താ പറയുക, നമുക്കത് വെറബിളാണ്. എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടേ. ഹലോ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ലുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും അപ്പാടെ ആളുടെ പോലെ തോന്നുന്നുണ്ടെന്ന് ഒന്നും ഞാൻ പറയില്ല, കാരണം ഇത് വളരെയധികം ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ബാക്കിയൊക്കെ ഞാൻ കുറച്ചും കൂടെ അങ്ങനെയെങ്കിലും ആവാൻ ഇത്രയെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ടും ശ്രമിച്ചിട്ടില്ല, കാരണം വേറെ ഒന്നുമല്ല, ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഡെയിലി വെയറബിൾ ലുക്കാണ്. അപ്പോൾ എന്തായാലും ഇൻസ്പയർഡ് ആയിക്കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് എടുത്ത് ചെയ്യുക. എൻ്റെ ജാൻവി കപൂറിൻ്റെ പോലെ ആവാൻ അങ്ങനെ നല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. ഇനി ആളുടെ തന്നെ ഒരു ഗ്ലാം ലുക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലായിടത്തും പറയണ പോലെ താഴെ പറയണം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഞാനിടുന്ന സ്റ്റൈലിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലാണ് ഇനി. അപ്പോൾ അതിൽ വന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ താഴെ എന്താ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ പറയാം. പിന്നെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ. സോ ബൈ, ടേക്ക് കെയർ.